മേജർ രവി, ഇതിൽ ഒരു 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 കൺട്രോൾ, ഒരു ചെക്ക് വരാൻ പോകുന്നു. അത് ഈ സമൂഹത്തിൻ്റെ ഒരു അനിവാര്യത തന്നെയായിട്ടല്ലേ കാണേണ്ടത്? ഈ ഒരു വർത്തമാന കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സിനിമ കാരണമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഐ നോട്ട് അഗ്രി ഫോർ ദാറ്റ്. പക്ഷേ യെസ്, സിനിമ ഒരളവ് വരയ്ക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാശും കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണം. അവരുടെ കൂടെ കടമയല്ലേ സമൂഹത്തിനകത്ത് ഇങ്ങനൊരു സിനിമ വരാൻ പാടില്ല, ഇത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഇന്നതാണ്, വെറും 18 വയസ്സിന് മേലുള്ളവർക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വിടുന്ന സമയത്ത് അവർ ആലോചിക്കണം, ഇത് പിന്നീട് OTT പ്ലാറ്റ്ഫോമിനും പലയിടത്തും വരും ഈ സിനിമ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവരെ ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടില്ല? അപ്പൊ അവരെ വെറുതെ വിടാൻ പറ്റുമോ? അവരും ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ സംഭവം വന്നു, ഒരു കുട്ടീനെ തലക്കടിച്ചു കൊന്നു, 5 പേര്, കൊന്നത് കുട്ടികള്. ഇതിനെ ഇനിയിപ്പോ ഇതെല്ലാം കൂടെ പറഞ്ഞ് എല്ലാ ചർച്ചകളും പോലെ തന്നെ ആനിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയും ഈ ചർച്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ വേറൊരു കേസ് വരും, അത് കഴിഞ്ഞ് പോകും. കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ഇഷ്യൂ വന്ന സമയത്തും അത് അന്ന് ചർച്ച ചെയ്ത് അത് കഴിഞ്ഞ് പോയി. ഇനി എന്താന്നുള്ളത് വയനാട്ട് സിദ്ധാർത്ഥന് ഇതുവരെയ്ക്കും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചാനലിൽ ഇരുന്ന് പറയുന്ന സമയത്ത് ഇത് കാണുന്നവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ നമ്മളെല്ലാം ഒരുമിച്ചൊരു കൂട്ടായ്മ ഇതിനകത്ത് വന്നുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എവിടെ എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതിനെ നേരിടാൻ വേണ്ടി. ശരിയാണ്, ചില പിള്ളേരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണെന്നുള്ള നേരത്തെ ആ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണത്. അയലോക്കത്താരൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറുടെ ഭയം എന്താണ്? ഇവന്റെ കയ്യിൽ എന്താണെന്നുള്ള അറിയില്ല. കാരണം അവൻ സ്വബോധത്തിലല്ല വരുന്നത്, സ്വബോധത്തിലല്ല എന്നുള്ളത് അതിന്റെ ഒരു കഥ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോയി കളയും. കോട്ടയത്ത് നടന്നിട്ടുള്ള സംഭവം. കാരണം സ്വന്തം പെങ്ങളെ പോലും ബലാത്സംഗം ചെയ്യുന്ന ഒരു ബ്രദറിന് അതിന്റെ കേസ് എനിക്കറിയാം. കാരണം അവൻ ആ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ഇതിന് ഡ്രഗ് അഡിക്റ്റ് ആണ്. ആ കുട്ടിക്കാണെങ്കിൽ പറയാനും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ സമൂഹം എവിടെ പോകുന്നു എന്നുള്ളത്. ഇതിനെ കണ്ടുപിടിച്ചത് ഒരു പോലീസുകാരൻ തന്നെയാണ്. ആ പോലീസുകാരൻ എന്താ ഒരു കാര്യമില്ല. പക്ഷെ ആ പോലീസുകാരൻ കൗൺസിലിംഗ് ചെയ്ത് സ്കൂളുകളിൽ നിന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഈസ് ടു ഡു ഇറ്റ് അറ്റ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. എത്ര പോലീസുകാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഇതെന്റെ ജോലി എന്നല്ല, ഞാനങ്ങ് പോകുന്നു. നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണത്. ഞങ്ങളിപ്പം ഈ KCMA ആയിട്ട് ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ഉണ്ട്. നമ്മൾ ഈ ക്യാമ്പയിൻ മാത്രം നടത്തിക്കൊണ്ടായില്ലല്ലോ. നമുക്ക് ഗവൺമെന്റ് അതുപോലെ തന്നെ പറഞ്ഞ് നിങ്ങളൊരു 10 നെഞ്ചം വിളിച്ചു നിൽക്കുന്ന SIമാരെ നമ്മുടെ കയ്യിൽ കൊടുക്കുക, ഞാൻ നിർത്തിത്തരായത്. കാരണം അതിന് ചങ്കൂറ്റമുള്ള കുറച്ച് ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റും നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഡ്രഗ്സിനെ നമുക്ക് നിർത്താൻ പറ്റുന്നേ ഉള്ളൂ. ഇതില് അടിയിലും ഇതൊരു ഒടിയില്ല. അത് കുട്ടികളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ടീച്ചറിൽ നിന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ട് ആ ഗുരുവിനെ ഇപ്പൊ നിങ്ങൾ ഒരു കുരുവാക്കിയിട്ട് അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നു. ആ ഗുരുനാഥന്മാരെന്ന് ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഗുരുനാഥന്മാരെ നിങ്ങൾ മാറ്റി നിർത്തി കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി അച്ഛനമ്മമാർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഇതൊക്കെയാണ് മാറേണ്ടത്. ഇത് മാറിയിട്ട് നമ്മൾ ഈ 3ഉം മാതാവും പിതാവും ഗുരുവുമാണ് ദൈവമെന്ന് കണ്ടിരിക്കുന്ന ആ ഒരു പഴയ കാലത്തിലോട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹം. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഡ്രഗ്സിന്റെ വിഷത്തിലോട്ട് അത് ഇനിയും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ ആദ്യം നേരത്തെ ഇതിനു മുന്നേ ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന്. ഞാൻ ചോദിക്കുന്നു, ഇവരെന്താ ഈ സയനൈഡ് ട്രൈ ചെയ്യാത്തത്? ഒരു പ്രാവശ്യം സയനൈഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നാട്ടിൽ നിന്ന് വെച്ച് നോക്ക്. അപ്പൊ അത് തൊട്ട് കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള ഉറപ്പാണ്. അത് തന്നെയാണ് മക്കളെ ഈ ഡ്രഗ്സും. അതാണ് സയനൈഡ് ആണ് അതിലും ബെറ്റർ. നിങ്ങൾ അന്നങ്ങ് പോവും. പക്ഷെ പിന്നീട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദന, ജീവിതകാലം മുഴുവൻ വേദനിച്ച് നരകിച്ച് മരിക്കും നിങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, വല്ലവരും പറയുകയാണ് ഞാൻ ചെയ്തേ പറ്റൂ, നിങ്ങൾ ഒരു ശകലം സയനൈഡ് വാങ്ങിച്ച് നാട്ടിൽ വെച്ചിട്ട് ആ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇതിനേക്കാൾ. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവൻ ഈ സമൂഹത്തിന് മുഴുവൻ കാർന്നു നിന്ന ഈ വിഷത്തിന് നിങ്ങൾ അടിമപ്പെടും. അരുത്, പ്ലീസ്.